നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തംകുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മളുടെ ചാത്തംകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന മെത്തേഡിൽ, അതായത് നമ്മളുടെ ക്ലയൻസിൻ്റെ ഡ്രീം ഹോം, നമ്മൾക്ക് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് വരെയുള്ള കമ്പനികളിൽ നിന്ന് കിട്ടും. നമ്മളിലൂടെ വാങ്ങിക്കുന്ന ആളുകൾ കിട്ടുന്നത് കൊണ്ട്, നമ്മുടെ ക്ലയൻസിന് കിട്ടുന്നത് കൊണ്ട് അവർക്ക് 10% കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് അവർ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ നമ്മൾ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അത് പ്രകാരം ഒരുപാട് ആളുകൾക്ക് നമുക്ക് വീടുകളെല്ലാം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും ലോവർ ബോട്ടത്തിൽ കാണുന്ന വലിയൊരു ചലഞ്ച് നമ്മളിപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈം ബോണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ്. വീടുകൾ ടൈം ബോണ്ടായിട്ട് ക്ലയൻസ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഡീപ്പായിട്ട് ഡ്രിൽ ഡൗൺ ചെയ്തു, പഠിച്ചു, നമ്മുടെ ആളുകളുടെ പറലിലെ കറക്റ്റ് മെഷേഴ്സ് കൊടുത്തു, നമ്മൾ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ പ്ലേസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഫൈനലി എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഒരു സൊല്യൂഷൻ ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ 100 ഡേയ്സിനുള്ളിൽ വീട് കൊടുക്കാൻ പറ്റുന്ന ഒരു 100 ഡേയ്സ് പ്ലാനിലേക്ക് നമുക്ക് കയറി വരാം എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ എടുത്തിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ എന്ന് പറയുന്നത് ഗോൾഡൻ റൂൾസ്. നമ്പർ 1, 1000 സ്ക്വയർ ഫീറ്റ് പണിയെടുക്കുന്നുണ്ടെങ്കിൽ 8 ആളുകളിനെ വെച്ചിട്ട് വേണം വീട് കെട്ടാൻ, ബിൽഡ് ചെയ്യാൻ ഏത് സമയത്തും. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി 12 വർക്കറിനെ, ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 12 വർക്കേഴ്സിനെയും എവരി ടൈമും വർക്ക് ചെയ്യിക്കാനുള്ള രജിസ്ട്രേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ഒരാൾ എല്ലാ വർക്കും ചെയ്യുകയാണെങ്കിലാണ് ഈ കേസ് പറയുന്നത്. ഒരാൾ എല്ലാ വർക്കും ചെയ്യുന്നില്ല എങ്കിൽ 12 വളരെ കൂടുതൽ ആളുകൾ വേണ്ടി വരും. ബിക്കോസ് എന്താണ് പറയുക, മേസം വേണ്ടി വരും, കോൺട്രാക്ടർ വേണ്ടി വരും, കോൺക്രീറ്റുകാർ വേണ്ടി വരും, കാർപ്പൻറ്റർ വേണ്ടി വരും, ഫാബ്രിക്കേറ്റേഴ്സ് വേണ്ടി വരും, അങ്ങനെ നിരവധി ആളുകൾ, ഗ്രൂപ്പ് ഐറ്റംസ് വേണ്ടി വരും. അതൊക്കെ ഞങ്ങളുടെ പ്രോജക്റ്റ് ഫയലുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ട് ആവറേജ് ഒരു കോൺട്രാക്ടർ 10 വീട് ചെയ്യുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആവറേജ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 12 ആളുകളിനെ രജിസ്റ്റർ ചെയ്യണം. ഇതെന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ആഴ്ചയിൽ 7 ദിവസവും കൃത്യമായി കൊണ്ട് 8 ആളുകളിൽ കുറയാതെ, ബാക്കി 4 ആൾ ലീവ് എടുത്തോട്ടെ, 8 ആളുകളിൽ കുറയാതെ ഹോസ്പിറ്റൽസിലും റെയിൽവേസിലും അല്ലെങ്കിൽ ഫ്ലൈറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ലീവില്ലാതെ വർക്ക് ചെയ്ത് പോകുന്ന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് കാസ്റ്റ് ചെയ്തതിൻ്റെ പോലെ നാളെ ചുമര് കെട്ടാൻ പറ്റുമോ? തീർച്ചയായിട്ടും കെട്ടണം. അതിനുള്ള അവർക്ക് നനയ്ക്കാനുള്ള അല്ലെങ്കിൽ ക്യൂർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ക്യൂറിങ് കെമിക്കൽസ് ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും വർക്ക് നിർത്താതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ബിക്കോസ് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ലൈഫ്, അവർക്ക് നാളെ പണിയില്ല, മറ്റന്നാൾ പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്നതാണ് ഇവിടെ എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി വലിയൊരു ഘടകമാണ് ഇതിൻ്റെ അത്. അപ്പോൾ ക്വാളിറ്റി ഒരിക്കലും ദോഷം ചെയ്യാതെ, ക്വാളിറ്റിക്ക് കോട്ടം തട്ടാതെ എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ ആലോചിച്ച് എഞ്ചിനീയർ ചെയ്ത് R&D നടത്തിയതിൻ്റെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ നമ്മുടെ ടീം നടത്തി കണ്ടെത്തിയിട്ടുള്ള പ്രക്രിയയും തീരുമാനവുമാണ്. ഒരു കാരണവശാലും ഒരു വീട് തുടങ്ങിക്കഴിഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ 8 ആളുകൾ, അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ അപ്പോൾ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും 8 4 12 ആളുകൾ. അപ്പോൾ അതിൽ എത്ര ആളുകൾ വേണം രജിസ്ട്രേഷന്? 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 12 ആളുകൾ വേണം. 1500 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 12 മാറും. 18 ആളുകൾ രജിസ്റ്റർ ചെയ്യും. 12 ആളുകൾ ഒരു കാരണവശാലും എല്ലാ സാറ്റർഡേ അല്ല സൺഡേ അടക്കം വർക്ക് ചെയ്യും. ഒരു ഷിഫ്റ്റ്. ഇനി ഞങ്ങൾ ഇതിനപ്പുറം അടുത്ത ഷിഫ്റ്റുകൾ എങ്ങനെ കൂട്ടാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷിഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതിക്ക് കാര്യങ്ങൾ വരാം. ദിസ് ഈസ് ദ ഗോൾഡൻ റൂൾ നമ്പർ 1. ദാറ്റ് മീൻസ് ബേസിക് തിങ്, നമ്മുടെ കോൺട്രാക്ടേഴ്സ്, സൂപ്പർവൈസേഴ്സ്, മറ്റേ എഞ്ചിനീയേഴ്സ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതിനുള്ള വഴി മാത്രം കണ്ടെത്തിയാൽ മതി. അല്ലാണ്ട് ഇതെങ്ങനെ നടക്കാതിരിക്കുക എന്നുള്ളൊരു കഥയുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ എപ്പോഴും എന്ത് പറഞ്ഞാലും നടക്കാതിരിക്കാനുള്ളൊരു കഥ ചിന്തിക്കുന്ന ഒരു പഴയ നമ്മുടെ സ്വഭാവം ഉണ്ട്. ആറ്റിറ്റ്യൂഡ് പറ്റില്ല. ഇനി നമ്മൾ വേൾഡിൻ്റെ അടുത്താണ് കോമ്പീറ്റ് ചെയ്യുന്നത്. വേൾഡ് എന്ന് പറയുന്നത് ലോകം ഒരു ഗ്രാമമായി മാറുകയാണ്. അപ്പോൾ വേൾഡ് ഒരു വില്ലേജായി മാറുമ്പോൾ വേൾഡിലെ മറ്റ് പല രാജ്യങ്ങളിലെ ആളുകളുടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഫിഷ്യൻ്റ് ആവണം, എഫക്റ്റീവ് ആവണം, പ്രൊഡക്റ്റീവ് ആവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന അണ്ടർലൈൻ തീരുമാനമാണ് ഒരു സ്റ്റോപ്പ്. ഞാൻ ചില കോൺട്രാക്ടേഴ്സ് പറയും, അല്ലെങ്കിൽ ചില ആളുകൾ പറയും, ചില വർക്കേഴ്സ്, ഞാൻ ഇന്ന ദിവസം പണി തീർത്താൽ പോരെ, അത് പറ്റില്ല. ബിക്കോസ് അങ്ങനെ ഒരു കരാറല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മിനിമം 1000 സ്ക്വയർ ഫീറ്റ് പണിയെടുക്കുന്നുണ്ടെങ്കിൽ 8 ആളിനെ വെച്ചുകൊണ്ട് വർക്ക് ചെയ്തിട്ട് വിത്തൗട്ട് ഫെയിൽ പോകണം. അതിന് കഴിയാത്ത ആളുകളെ നമ്മൾ നിർബന്ധിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മളിന്ന് മാറി നിൽക്കണം. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ 12 ആളിനെ രജിസ്റ്റർ ചെയ്യുക, 8 ആളിനെ ഫുൾ ഡേ വർക്ക് ചെയ്യിക്കാനുള്ള സംവിധാനം എന്താണോ ചെയ്യേണ്ടത്, അതിനുള്ള സപ്ലൈ, അതിനുള്ള ആളുകൾ, അതിനുള്ള സംവിധാനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ക്ലിയർ? റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2 അതേപോലെ തന്നെ, ഇന്ന് പണി കഴിഞ്ഞാൽ ഓരോ ഏരിയ വർക്ക് ഓർഡർ കൊടുക്കുന്ന സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും വർക്ക് ഓർഡേഴ്സ് കൊടുക്കുക. ഇഷ്യൂ ഉണ്ടാവും. അതിൻ്റെ സ്കീംസ് ഒക്കെ എന്താണെന്നുള്ള ഫയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനതിൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ പറയാം. ഇന്ന് വർക്ക് ചെയ്ത ആ സ്റ്റേജ് ഇന്ന് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം നമ്മുടെ കോൺട്രാക്ടർ വർക്ക് കഴിഞ്ഞു എന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വർക്ക് പിറ്റേഴ്സിൻ്റെ ആ വർക്ക് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് ഉണ്ടാവും. അതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും. ക്വാളിറ്റി വേണം. ബിക്കോസ് നമുക്ക് നമ്മളുടെ ക്ലയൻറ്റ് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റി നമ്മൾ ഡെലിവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കളവും ചതിയും ഇല്ലാതെ. ബിക്കോസ് ഈ ഇൻഡസ്ട്രിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90% അല്ലെങ്കിൽ 99% തന്നെ പറയാം കമ്മീഷനും കളവും തൊട്ടിയ മുട്ടിയോടെ ഉള്ള ഇൻഡസ്ട്രിയാണ്. അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ
പോളിസി. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയിൽ വീടിന് നമ്മൾ കൊടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ആ ബാധ്യതയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കണം, അതിൻ്റെ സേഫ്റ്റി നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം അവർ വർക്ക് വേണ്ടി ടിക്ക് ചെയ്താൽ, ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഉണ്ട് വേണ്ട കോൺട്രാക്ട് ടിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ മേസ്ത്രി ടിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ വർക്കർ ടിക്ക് ചെയ്തിട്ട് അത് നമ്മുടെ സൂപ്പർവൈസറിൻ്റെ ബോർഡ് വന്ന് എല്ലാ ദിവസവും നമ്മുടെ സൂപ്പർവൈസേഴ്സ്, നമ്മുടെ ഓഫീസ് സൂപ്പർവൈസർ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും എക്സെപ്റ്റ് സൺഡേ. അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ അവിടുന്ന് SRV അവിടെ സാധനങ്ങൾ വന്നതിനൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് ഫോട്ടോഗ്രാഫ് അതിനെ ക്വാളിറ്റി ചെക്ക് നടത്തി അതിൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സിൻ്റെ ചെക്ക് ചെയ്തിട്ട് അത് ഒരു ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ മൊമെൻറ്റിൽ തന്നെ അത് ക്ലയൻറ്റിൻ്റെ ഡാഷ്ബോർഡിൽ വരും. ഈ ക്ലയൻറ്റ്സ് ആർ ബൗണ്ട് ടു പേ. അന്ന് രാത്രി ആകുമ്പോഴേക്ക്, അതായത് ഇന്ന് വർക്ക് കഴിഞ്ഞതിൻ്റെ നാളെ രാവിലെയാണ് QC എല്ലാം അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക്, ദാറ്റ് മീൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത വർക്കിന് നാളെ രാത്രി 12 മണിയാകുമ്പോഴേക്ക് അതായത് വർക്കറിൻ്റെ അക്കൗണ്ടിൽ, ഇപ്പോൾ ആദ്യം കോൺട്രാക്ടറിൻ്റെ, പിന്നെ കോൺട്രാക്ടറിൻ്റെ പൈസ കോൺട്രാക്ടർക്ക്, അതായത് ഈ സ്കഫോൾഡിങ്സ് സാധനങ്ങൾക്കൊക്കെ ഉള്ളത് അതിൻ്റെ പ്രോഫിറ്റും അത് കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ മാനേജ്മെൻറ്റ് കോസ്റ്റ്, പിന്നെ ഒപ്പം മേസ്ത്രിക്കുള്ള പൈസ മേസ്ത്രിക്ക്, ആ വർക്കർക്കുള്ള പൈസ വർക്കറിൻ്റെ അക്കൗണ്ടിലേക്ക് രാത്രി ആകുമ്പോഴേക്ക് വരുത്താനുള്ള സംവിധാനത്തിന് വരണം. ഇതാണ് ഗോൾഡൻ നമ്പർ 2. അടുത്ത 24 ഹവേഴ്സിനകത്ത്. ഇപ്പോൾ പണി കഴിഞ്ഞു, നാളെ വൈകുന്നേരത്തിനുള്ളിൽ വർക്ക് അവിടെ കയറണം. ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ക്ലയൻസ് അത് പേ ചെയ്യാതെ പറ്റാതെ ക്ലയൻറ്റിനായി കഴിഞ്ഞാൽ ക്ലയൻറ്റ് രാവിലെ തന്നെ അത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ട്രിഗർ ചെയ്തിട്ട് പേ ഫ്രം ദ കോഷൻ ഡെപ്പോസിറ്റ് ട്രിഗർ ചെയ്താൽ അത് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് 24 മണിക്കൂറിൽ പേ ചെയ്യും. ഇൻ കേസ് ക്ലയൻറ്റ് ഏതെങ്കിലും കാരണവശാൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത 24 ഹവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും 100% ഈ കോൺട്രാക്ടറിൻ്റെയും അല്ലെങ്കിൽ മേസ്ത്രിൻ്റെയും വർക്കറിൻ്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ പൈസ പോയിട്ടുണ്ടാവും. ഇതാണ് ഗോൾഡൻ റൂൾ നമ്പർ 2. റൈറ്റ്? ക്ലിയർ ആയ സംഗതി? ദാറ്റ് മീൻസ് ഈ 48 മണിക്കൂർ എന്നുള്ളത് 5%, 10% എത്താൻ പാടുള്ളൂ. അത് കുറച്ച് കാര്യം കഴിഞ്ഞാൽ 1% അതിനകത്ത് ഉണ്ടാവില്ല. ബിക്കോസ് 24 ഹവേഴ്സ് അങ്ങനെ നമ്മൾ ക്ലയൻസിനെയും അതിൻ്റെ അതായത് പൈസൻ്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വലിയ വോള്യൂംസ് പർച്ചേസ് ചെയ്യുകയും അതിന് പൈസ കൃത്യസമയത്ത് പർച്ചേസും വർക്ക് കൊടുത്തിട്ട് കൃത്യസമയത്ത് പൈസ കൊടുക്കുകയും ചെയ്താലേ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് സാധനം കിട്ടുമെന്നുള്ള വസ്തുത ക്ലയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. റൈറ്റ്? അതേപോലെ തന്നെ വർക്കേഴ്സിൻ്റെ അടുത്തും കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തും സപ്ലയറിൻ്റെ അടുത്തും പറയേണ്ടത് സമയത്ത് സാധനം കൊടുക്കണം, സമയത്ത് ക്വാളിറ്റിയിലുള്ള പണിയും കൊടുക്കണം. ഇതിൻ്റെ ഗവേണൻസ് ആണ് നമ്മൾ ചെയ്യുന്ന, മാനേജ്മെൻറ്റാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അടുത്തത് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ടാമത്തെ പോയിന്റിനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് SRV, ഇന്ന് PO പ്രകാരം ഇന്ന് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അവിടെ ക്ലയൻറ്റിന് സൈറ്റിലെ കോൺട്രാക്ടറിൻ്റെ മേസ്ത്രിയോ അല്ലെങ്കിൽ വർക്കറോ അവിടെ സാധനം വന്നൊന്ന് ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. പെർമിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പിറ്റേ ദിവസം കാലത്ത് പോകുമ്പോൾ നമ്മുടെ സൂപ്പർവൈസർ അത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് സാധനം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ക്ലയൻസിന് ഇതേപോലെ അന്ന് രാവിലെ ഇട്ട സാധനത്തിന് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ലയൻറ്റ് SRV അതായത് വെൻഡർക്കും പേയ്മെൻറ്റ് പോകും. റൈറ്റ്? അപ്പോൾ ഞാൻ റൂൾസ് വളരെ ക്ലിയർ ചെയ്യാണ്. ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ കോൺട്രാക്ടർ, അതായത് മാനേജ്മെൻറ്റ് കോൺട്രാക്ടർ ഓർ മേസ്ത്രി ഓർ വർക്കർ ടു എൻഷുവർ 1000 സ്ക്വയർ ഫീറ്റിന് 8 ആണെന്ന റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നടപ്പിലാക്കിയേ വരത്തുള്ളൂ. റൂൾ നമ്പർ 1 സ്പീഡാണ്. അതേപോലെ തന്നെ അതിൻ്റെ സെയിം ആ നാണയത്തിൻ്റെ മറുവശമാണ് ചെയ്ത പണിയുടെ സപ്ലൈ ചെയ്ത മെറ്റീരിയലിൻ്റെയും പൈസ ഇന്ന് സപ്ലൈ ചെയ്തതിൻ്റെ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് 99.9% അവരുടെ അക്കൗണ്ടിൽ കയറിയിരിക്കണം. ഇല്ലെങ്കിൽ ആ 1% അടുത്ത 24 ഹവേഴ്സിനകത്ത് കയറിയിരിക്കണം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക്. ഇത് തീർച്ചയായിട്ടും നടപ്പിലാക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കരുത്. ദിസ് ഹാസ് ടു ബി. ഇത് നടപ്പിലാക്കിയെടുക്കാനാണ് നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ട് എന്താണ് കിട്ടുക? നമ്മളുടെ ആപ്തവാക്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ നമ്മുടെ ടാഗ് ലൈൻ ആയിട്ടുള്ള എന്താ പറയുക, ബിൽഡിംഗ് ക്ലയൻറ്റ് ഡ്രീം ഹോം ബൈ സേവിങ് അറൌണ്ട് 10% എന്നുള്ളത് വാസ്തവമാകും. അത് 10% എന്നുള്ളത് ഇനിയും കൂടി വരാനാണ് സാധ്യത. ബിക്കോസ് ഇത്രയും കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് എൻ്റെ ഓരോ കൊലീഗ്സിൻ്റെയും ശ്രദ്ധ ഞാനിപ്പോൾ ക്ഷണിക്കുകയും അത് നടപ്പിൽ വരുത്തുവാനുള്ള ഇച്ഛാശക്തിയിലേക്ക്, ബിക്കോസ് വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. നമ്മൾ ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റാണ്. അതായത് ചാത്തൻകുളം CDPP MCA എന്താണ് CT ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ ചെയ്യുന്നത്? ചാത്തൻകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ക്ലയൻറ്റിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ക്ലയൻറ്റിനെ ആ ലെവലിലേക്ക് പൊന്തിച്ചു കൊണ്ടുവരേണ്ടത്, കോൺട്രാക്ടറിനെ അതിനനുസരിച്ച് പറഞ്ഞു നിർത്തേണ്ടത്, വെൻഡറിനെ പറഞ്ഞു നിർത്തേണ്ടത്, മറ്റേ മേസ്ത്രിമാരെ പറഞ്ഞു നിർത്തേണ്ടത്, വർക്കർമാർ. അപ്പോൾ ആ മാനേജ്മെൻറ്റ്, ആ ഗവേണൻസ് പവറാണ് നമ്മുടെ അടുത്ത് കിട്ടണമെങ്കിൽ ആ പവർ ഒരു ഭയവുമില്ലാതെ, ബയസ്ഡ് അല്ലാതെ കൃത്യമായി കൊണ്ട് ഉപയോഗിക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഓരോ കൊലീഗ്സിനും ഉണ്ടാവണം. അതിലേക്ക് എൻ്റെ ഓരോ കൊലീഗ്സും എത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ദിസ് ഈസ് എ റിക്വസ്റ്റ് ഫോർ മൈ കൊലീഗ്സ്, ഫോർ മൈ ടീം. ബിക്കോസ് ഇത് ആളുകൾക്ക് വളരെ ക്ലയൻസിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് വരുന്നൊരു പ്രക്രിയയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇത് വളരെ വൈഡായിട്ട് സ്പ്രെഡായി വരുമ്പോൾ, ഈ സിസ്റ്റം വളരെ വൈഡായിട്ട് സ്പ്രെഡായി വരുമ്പോൾ
ഇഫ് വി ആർ നമ്മൾ മോർ ആൻഡ് മോർ ചെയ്യാൻ വരുമ്പോൾ ക്വാളിറ്റി ഡൈല്യൂട്ട് ആവാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഗോൾഡൻ റൂൾസിനെ ഡൈല്യൂട്ട് ചെയ്യാനും ആളുകൾ ശ്രമിക്കാതിരിക്കണം. അപ്പോൾ അതിനെന്താ വേണ്ടത്? ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എന്തിന് സത്യസന്ധമായിക്കൊണ്ട് ഒരു കമ്മീഷനോ കളവോ ചതിയോ ഇല്ലാതെ നമ്മുടെ ക്ലയൻസിന് വി വിൽ ഹെൽപ്പ് ദം ടു ബിൽഡ് എ ഡ്രീം ഹോം ബൈ സേവിങ് അറൌണ്ട് 10% എന്നുള്ള അർത്ഥവാക്യം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ ആളുകളും, എൻ്റെ ഒപ്പമുള്ള ഓരോ ആളുകളും ട്രൈ ചെയ്യണം, ഓരോ ആളുകൾ നിൽക്കണം. ഒപ്പം ഞാൻ എൻ്റെ കൊലീഗ്സിനടുത്ത് പറയണം, ഇതിന്ന് മാറിക്കൊണ്ട് ചളവോ ചതിയോ ചെയ്യുന്ന ആരുടെയെങ്കിലും കൂട്ടത്തിൽ കണ്ടാൽ അപ്പം മുറിക്കണം, അപ്പം കട്ട് ചെയ്യണം. ബിക്കോസ് എത്തിക്കലി അൺഹെൽത്തി ആയിട്ടുള്ള, എത്തിക്കലി റോങ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോഡൽ മുഴുവൻ നഷ്ടപ്പെടും. അപ്പോൾ അതിനുമുള്ള ഇച്ഛാശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ ടീമിൻ്റെ ഫസ്റ്റ് ലൈനിലുള്ള ആളുകളുണ്ടാവും. ഇല്ല എന്നിട്ട് അവനെ അറിയിച്ചിട്ടോ അത് നടക്കുന്നില്ല എങ്കിൽ എനി ടൈം എന്നെ അറിയിക്കണം. എൻ്റെ ഫോൺ നമ്പേഴ്സ് ഈ സിസ്റ്റത്തിൻ്റെ അകത്തുണ്ടാവും, അല്ലെങ്കിൽ മെയിലുണ്ടാവും. തീർച്ചയായിട്ടും അറിയിക്കാൻ സംവിധാനം ചെയ്യണം. ബിക്കോസ് അൺഎത്തിക്കൽ പ്രാക്ടീസ് വിൽ നെവർ ബി എൻ്റർടൈൻഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഒരു കാരണവശാലും. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഫോർ ഇൻഫർമേഷൻ ഫോർ എവരി. എൻ്റെ കൊലീഗ്സിന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടും നല്ല രീതിക്ക് ഒരു സിസ്റ്റം, ഒരു സെൽഫ് ഓട്ടോമൈസ് സിസ്റ്റം നടത്തിയെടുക്കാനും നമ്മുടെ കൊലീഗ്സിനും എല്ലാവർക്കും, നമ്മുടെ കോൺട്രാക്ടേഴ്സിനും, നമ്മുടെ മേസ്ത്രിമാർക്കും, നമ്മുടെ വർക്കേഴ്സിനും, നമ്മുടെ ക്ലയൻസിന് ഹാപ്പി ആവണം, നമ്മുടെ ബാക്കിയുള്ള ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും വെൽ പെയ്ഡ് ആയിട്ട് സത്യസന്ധമായി കൊണ്ടുള്ള പോകാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ CT ബില്ലേഴ്സ് ആപ്പിൽ കൂടെ പോകുന്ന CDPPMC മോഡൽ. സോ പ്ലീസ് മേക്ക് യൂസ് ഓഫ് us, മേക്ക് യൂസ് ഓഫ് ദ സിസ്റ്റം in an ethical way. Thank you so much.